നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പള്ളിയിൽ അച്ഛൻ്റേത് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വോയിസ് റെക്കോർഡ് സോഷ്യൽ മീഡിയയിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ആ വോയിസിനകത്ത് അച്ഛൻ പറയുന്നത് മുസ്ലിങ്ങളുടെ ബോർമയിൽ നിന്നുള്ള ബേക്കറികളിൽ നിന്നുള്ള കേക്കുകളൊന്നും തന്നെ നമുക്ക് വാങ്ങിക്കേണ്ട, ക്രിസ്ത്യൻസ് ഉണ്ടാക്കുന്ന കേക്ക് മാത്രമേ ഞാൻ വാങ്ങിച്ച് കഴിക്കാറുള്ളൂ, അങ്ങനത്തെ കേക്ക് കഴിക്കുന്നതാണ് നല്ലത്, അതൊക്കെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്, അല്ലാതെ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന കേക്ക് ഒന്നും തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, അത് ഭക്ഷ്യയോഗ്യമല്ല, അവരതിന് തുപ്പിയിട്ടിട്ടൊക്കെയാണ് തരുന്നത് എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. അപ്പൊ ഏതായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു വോയിസ് റെക്കോർഡും കൂടി ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം. ഇന്നലെ എൻ്റെ ഇടവകയിൽ ഒരു സംഭവം ഉണ്ടായേ. നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങൾ, അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ അവർ ഇന്നലെ സാമ്പിളൊക്കെ ആയിട്ട് വന്നു. പെട്ടെന്ന് ഞാനവിടെ മാറിയിരുന്നു, ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവരോട്. പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി, നമ്മളിത് മിണ്ടാതിരിക്കേണ്ട, നമ്മൾ ചോദിക്കാമല്ലോ, ഇത് ആരുണ്ടാക്കുന്നതൊക്കെ ചോദിക്കാമല്ലോ. ഞാൻ അവരോട് ചോദിച്ചു, മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാ? അപ്പോൾ അവരോട് പറഞ്ഞു, ചേട്ടാ ഇത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാരുണ്ടാക്കുന്നതാണ്, അവർ സ്വന്തമായി ബോർമയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ബേക്കറിയുടെ പേരെന്നാ? ഒരു ബേക്കറിയുടെ പേരും പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല. അപ്പം ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാക്കുന്ന? അവർ മുസ്ലിംസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ? ഈ തുപ്പിതും തൂറിയതും ഹലാലാക്കിയൊക്കെ ഞങ്ങൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ. ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, എൻ്റെ ഇടയിൽ വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല. പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടുവരുന്നെങ്കിൽ 10 കിലോ കേക്ക് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു. പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരോടും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എൻ്റെ കൂടെയും കൂടി, ആനിമേറ്റർ കൂടി. ശരിയാ, പുള്ളി പറഞ്ഞത് ശരിയാ. എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട, നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങളും കേക്കിന് ഓർഡർ തരാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന്റെ ബോർമയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. അവിടെ പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ബോർമയെല്ലാം കൊടുത്തു. ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിൻ്റെ അഡ്രസ്സെല്ലാം കൊടുത്തു. അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറുകളോ ഉള്ള ചേർന്നുള്ള ഓഫറുകളൊക്കെ കിട്ടാവുന്ന ഇത് കൊടുത്തു. എനിവേ ഞാനത് പറഞ്ഞത്, നമ്മൾ മിണ്ടാതിരിക്കരുത്, നമ്മൾ പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, സംസാരിച്ചുകൊണ്ടേയിരിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു ബോധ്യം കിട്ടി. എന്തൊരു മനുഷ്യരാണല്ലേ, മനുഷ്യന്മാരൊക്കെ തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യാൻ പറ്റും. നല്ലൊരു സമയമാണ്, ക്രിസ്മസ് വരാൻ പോവുകയാണ്. സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒത്തൊരുമയോടുകൂടിയിട്ടിരിക്കേണ്ട ഒരു സമയത്ത്, ആഘോഷിക്കേണ്ട ഒരു സമയത്ത് ഈ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു പള്ളിയിലച്ഛൻ തന്നെയാണോ പറഞ്ഞത് എന്ന് വ്യക്തമല്ല. ഈ ഒരു വോയിസ് റെക്കോർഡിന്റെ ഒപ്പം ആ പള്ളിയിലച്ഛന്റെ ഇടവകയും ആ പള്ളിയിലച്ഛന്റെ പേരും ഒക്കെ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് പരാമർശിച്ചിട്ടുള്ള അച്ഛനല്ല ഈ വോയിസ് പറഞ്ഞതെന്നാണ് പറയുന്നത്. അദ്ദേഹം ഈ വോയിസ് നിഷേധിച്ചിട്ടുണ്ട്, ഞാനല്ല പറഞ്ഞത് എന്ന്. അപ്പൊ ഇതാരാണ് പറഞ്ഞത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. ആ അച്ഛന്റെ പേരിൽ മറ്റാരെങ്കിലും പ്രചരിപ്പിച്ചതാണോ, അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളുടെയും മുസ്ലിംസിന്റെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കളിച്ച കളിയാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ആര് ചെയ്തായാലും മോശമായിപ്പോയി. അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണ പരത്തുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹത്തെ ഇല്ലാതെയാക്കാൻ, വിശ്വാസത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയല്ല, ഒരിക്കലും ശരിയല്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ കേക്ക് കഴിച്ചാൽ എന്താണ് പ്രശ്നം? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. 4 വർഷം മുമ്പ് ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ആ ഇൻസിഡന്റിനെ കുറിച്ച് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് കോവിഡ് സമയമാണ്. കോവിഡ് നല്ല കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലായിടത്തും ലോക്ക്ഡൗൺ ആണ്. ഒരുപാട് സ്ഥലത്ത് കണ്ടെയ്ൻമെന്റ് സോണാണ്. അങ്ങനെ ഒരു സമയത്ത് മലപ്പുറം എയർപോർട്ടിൽ ഒരു വലിയ ഇൻസിഡന്റ് ഉണ്ടായി. കേരളത്തിന്റെ ഹീറോയിസം ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് മെൻഷൻ ചെയ്യുന്നത്. ആ എയർപോർട്ടിൽ ഒരു എയർ ഇന്ത്യ വിമാനം, 191 പാസഞ്ചേഴ്സ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു ആ ഒരു വിമാനത്തിൽ. ആ വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറി. അന്ന് നല്ല മഴയുള്ള സമയമാണ്, മൺസൂൺ സമയമാണ്, ഒരുപാട് പെരുമഴയായിരുന്നു. രാവിലെ തൊട്ട് നല്ല പെരുമഴയായിരുന്നു. അതുകൊണ്ട് തന്നെ റൺവേയിൽ നിന്ന് തെന്നി മാറി മതിലിൽ ചെന്നിടിച്ച് ആ വിമാനം 2ആയിട്ട് മുറിഞ്ഞു പോയായിരുന്നു. അന്ന് അവിടെ വലിയ ആൾക്കാരൊന്നും തന്നെ പെട്ടെന്ന് ഒത്തുകൂടിയില്ല, കാരണം മുഴുവനായിട്ട് ലോക്ക്ഡൗൺ ആണ്. അന്ന് ഈ സൗണ്ട് കേട്ടിട്ട് ആ ഏരിയയിലുള്ള പ്രദേശവാസികളൊക്കെ തന്നെ അവിടെ ഓടിക്കൂടി. പിന്നെ പോലീസുകാരും അഗ്നിശമന സേനാനികളും അങ്ങനെയുള്ള എല്ലാവരും എത്തി. പക്ഷേ ഈ പോലീസുകാരും അഗ്നിശമന സേനാനികളും മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ രക്ഷാപ്രവർത്തനം പെട്ടെന്നാക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നല്ല പെരുമഴയാണ്, കോവിഡിന്റെ ലോക്ക്ഡൗൺ ആണ്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോക്ക്ഡൗൺ ആണ്. കോവിഡ് ഒരുപാട് എണ്ണം ആൾക്കാരുടെ കോവിഡ് കേസുകൾ ഉയർന്നു വന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ട്. ആ സമയത്ത് ആ 191 പാസഞ്ചറിൽ പല ആൾക്കാർക്കും കോവിഡ് ഉണ്ടായിരിക്കാം.
അതൊന്നും വകവെക്കാതെ, മഴ വകവെക്കാതെ പോലീസുകാരുടെ ഒപ്പം, അഗ്നിശമന സേനാനികളുടെ ഒപ്പം ആ നാട്ടിലുള്ള പ്രദേശവാസികളാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശവാസികളുടെ ഹീറോയിസം ഒന്നുകൊണ്ട് മാത്രം 191 പേരെയും 1.5 മണിക്കൂറിനുള്ളിൽ, ആ അപകടം നടന്ന് 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചു. അവിടെയുള്ള പ്രദേശവാസികൾ സ്വന്തം കാറിൽ, സ്വന്തം വാഹനത്തിൽ, ഓട്ടോയിലും സ്വന്തം കാറുകളിലും ഒക്കെ ആയിട്ടാണ് പല ആശുപത്രികളിലായിട്ട്, ഒരു ആശുപത്രിയിലേക്കല്ല കൊണ്ടുപോയി, പല ആശുപത്രികളിലായിട്ട് തിരക്ക് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഓരോ വ്യക്തികളെയും എടുത്തുകൊണ്ട് ഓടുന്ന ദൃശ്യം നിങ്ങളിപ്പോൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. അന്ന് വലിയ രീതിയിലുള്ള മാധ്യമ വാർത്ത അതായില്ല, കാരണം ലോക്ക്ഡൗൺ സമയമാണ്. അന്ന് എടുത്തുകൊണ്ട് ഓടുന്ന ദൃശ്യം കാണുമ്പോൾ ഇതാണ് മലയാളികൾ, ഇതാണ് കേരളീയർ എന്ന് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കും, സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കും. അതും പോരാഞ്ഞിട്ട് രാത്രി 2-3 മണി വരെ അവിടെയുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ കാവലാണ്. എന്തിനാണെന്നറിയാമോ? ബ്ലഡ് നൽകാൻ വേണ്ടിയിട്ട്. കാരണം ഒരു എയർപ്ലെയിൻ ക്രാഷാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ രക്തം അവർക്ക് ആവശ്യമായതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രദേശവാസികൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. എല്ലാ ഹോസ്പിറ്റലുകളിലെയും ദൃശ്യം അതായിരുന്നു. അവസാനം ഹോസ്പിറ്റലിലുള്ള ജീവനക്കാർ മതി, ഇനി വേണ്ട എന്ന് ഓരോരുത്തരുടെയും അടുത്ത് ചെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവരെല്ലാവരും വീട്ടിലേക്ക് പോയത്. മലപ്പുറം ജില്ലയാണെന്ന് ആലോചിക്കണം. ഇപ്പൊ പല ആൾക്കാരും മുസ്ലിങ്ങൾ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റപ്പെടുത്തുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. അവിടുത്തെ ഹീറോയിസമാണ്. അവിടെ വീണ് കിടന്നവരുടെ കൂട്ടത്തിൽ ഹിന്ദുക്കളുണ്ടായിരിക്കാം, ക്രിസ്ത്യൻസ് ഉണ്ടായിരിക്കാം, മുസ്ലിങ്ങളുണ്ടായിരിക്കാം. രക്ഷാപ്രവർത്തനം നടത്തിയവരുടെ കൂട്ടത്തിലും ഹിന്ദുക്കളുണ്ടായിരിക്കാം, മുസ്ലിംസ് ഉണ്ടായിരിക്കാം, ക്രിസ്ത്യൻസ് ഉണ്ടായിരിക്കാം. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെയാണ് അവരത് ചെയ്തത്. അവിടെ ജാതിയോ മതമോ ഒന്നും തന്നെ അവർ നോക്കിയില്ല. അവരുടെ രക്തത്തിന്റെ കളറ് മാത്രമാണ് നോക്കിയത്. മനസ്സിലായോ? മനുഷ്യരാണെന്ന് മാത്രമാണ് നോക്കിയത്. ഒരു അപകടം വരുന്ന സമയത്ത് നമുക്ക് ജാതിയോ മതമോ ഒന്നും നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അത് അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. കോവിഡ് എന്ന് പറയുമ്പോൾ എന്തും ഏത് സമയത്തും വരാം. നമുക്ക് കോവിഡ് പിടിക്കുക, ഈ രക്ഷാപ്രവർത്തനത്തിൽ പോയത് കൊണ്ട് തന്നെ നമുക്ക് കോവിഡ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അതിനെക്കുറിച്ചൊന്നും അവർ ബോധറായില്ല, ആ നാട്ടുകാർ ബോധറായില്ല. ഇനി ഈ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്നവര് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടർമാരോടൊക്കെ പ്രത്യേകം പറയണം, എൻ്റെ ശരീരത്തിലേക്ക് വേറെ അന്യമതസ്ഥരുടെ ബ്ലഡ് ഒന്നും കുത്തിവെക്കാൻ പാടില്ലെന്ന് പറയണം. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞേക്കണം. കാരണം അന്യമതസ്ഥരുടെ ചോര സ്വന്തം ശരീരത്തേക്ക് കയറി കഴിഞ്ഞ പ്രശ്നമല്ലേ? വേറൊരു മതവിശ്വാസിയുടെ ചോരയല്ലേ എൻ്റെ ശരീരത്തേക്ക് കയറിയത്? ഈ രീതിയിൽ എന്തിനാണ് തെറ്റിദ്ധാരണ വരുത്തുന്നത്? ഒരു ആവശ്യം വരുന്ന സമയത്ത് നമ്മുടെ അടുത്തേക്ക് ഓടി എത്തുന്നത് ആരാണ്, അവരുടെ മതം ഏതാണെന്നൊന്നും നമ്മൾ നോക്കാറില്ല. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ മതം നോക്കുന്നത്? ഈ രീതിയിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്നത് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല. ക്രിസ്മസ് വരാൻ പോവുകയാണ്. സമാധാനത്തിന്റെ സന്ദേശം നൽകിയിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ ജന്മസമയം. ആ സമയത്ത് ഈ രീതിയിലുള്ള വൃത്തികേടുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ഇരിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് വെറുപ്പ് തന്നെയാണ് തോന്നുന്നത്. അത് പള്ളിയിലച്ചൻ പറഞ്ഞതാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് കൃത്യമായിട്ട് അറിവില്ല. പള്ളിയിലച്ചൻ്റെ പേരിൽ വേറെ ആരെങ്കിലും പറഞ്ഞതായിരിക്കാം, പ്രചരിപ്പിച്ചതായിരിക്കാം. ഇനി ക്രിസ്ത്യാനികൾ തന്നെയാണ് പറഞ്ഞത് എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ആ വോയിസ് റെക്കോർഡിന്റെ പുറകിലുള്ള സൗണ്ട് അത് ആരുടേതാണ് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് അയാൾക്ക് ശിക്ഷ നൽകുക. കാരണം ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്നവരെ അപ്പം തന്നെ മുളയിലെ നുള്ളിയേക്കണം. അവർക്ക് അപ്പം തന്നെ ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെ ഉണ്ടാകുന്നില്ല. ഇങ്ങനെ തെറ്റിദ്ധാരണകൾ പരത്തുന്നവരെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പല സ്ഥലത്ത് നിന്നും കളിക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. പലരുടെയും പേര് പറഞ്ഞിട്ട് പല ആൾക്കാരും കളിക്കുന്നുണ്ട്. ആ ചതി നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും.